കഴിക്കുമ്പം അതിനൊരു പെട്ടെന്നൊരു ഇഫക്റ്റ് വരും. അപ്പം നമ്മൾ ബി പി അങ്ങ് താന്നു പോകും. താന്നു പോകുമ്പോൾ നമ്മളുടെ ബോഡിയിൽ കുറേ മെക്കാനിസംസ് ഉണ്ട്. അങ്ങനെയാണ് ഈ ബോഡി ബി പി പിടിച്ചു നിർത്തുന്നത്. ഇപ്പോൾ ഇരിക്കുമ്പോൾ ഉള്ളതും കിടക്കുമ്പോൾ ഉള്ളതും നിൽക്കുമ്പോൾ ഉള്ളതും എഴുന്നേറ്റ് നടക്കുമ്പോൾ ഉള്ളതും ഒക്കെ ബി പിയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിന് പലതരം സെൻസേഴ്സ് ഉണ്ട്. നമ്മുടെ രക്തക്കൊഴലുകൾക്കകത്ത് സോ മെനി സെൻസേഴ്സ് ഉണ്ട്. അതുപോലെ ബ്രെയിനിനകത്ത് സെൻസേഴ്സ് ഉണ്ട്. ഇവരെല്ലാം കൂടി വളരെ കോംപ്ലക്സ് ആയിട്ടാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. നമ്മൾ ഈ ഓരോ മരുന്ന് കഴിക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ എവിടെയൊക്കെ പോയാണ്. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് കാണാനായിരുന്നു. 6 തരം മരുന്നാണ് ബി പിക്ക് തന്നെ കഴിക്കുന്നത്. 6 തരം മരുന്ന്. ഇതൊക്കെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് പോലും ഒരു ഡോക്ടർക്കും പറയാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ചൊന്നും അറിവ് പോലും ഉണ്ടാവില്ല. ഓരോന്ന് ഇട്ടിട്ട് 6 തരം മരുന്ന് 2-3 നേരം ഓരോന്നും പലതും കോമ്പിനേഷനും. ചില ബി പി മരുന്നുകൾ 3 എണ്ണം ഒന്നിച്ചായിരിക്കും. ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണം വരും. നമ്മളുടെ ഈ ഇലക്ട്രോലൈറ്റ് ഹോമിയോസ്റ്റേസിസ് എന്ന് പറയും. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മളുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. കാരണം സോഡിയം പൊട്ടാസ്യം പമ്പ് എന്നുള്ള ഒരു ഇതുണ്ട്. അതാണ് ഓരോ സെല്ലിനെ നിലനിർത്തുന്നത് തന്നെ ഈ സോഡിയം പൊട്ടാസ്യം പമ്പാണ്. സോഡിയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെന്റ്. ഈവൻ നമ്മളുടെ നെർവിൽ കൂടെയുള്ള കണ്ടക്ഷൻ, നമ്മുടെ ബ്രെയിൻ നമ്മളുടെ കൈയോട് പറയുന്നതും അല്ലെ കയ്യിലൊരു ചൂടിടിക്കുമ്പോൾ അതിനെ ബ്രെയിനിൽ എത്തിക്കുന്നത് എല്ലാം ഈ നെർവ് കണ്ടക്ഷൻ നടക്കുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ് വെച്ചാണ്. അപ്പം ബേസിക്കലി നമ്മുടെ ഒരു റെസ്റ്റിംഗ് മെറ്റബോളിസത്തിൽ 30 to 60% എനർജി യൂസ് ചെയ്യുന്നത് പോലും ഈ സോഡിയം പൊട്ടാസ്യം പമ്പിനെ മാനേജ് ചെയ്യാനാണ്. അപ്പം ഈ സോഡിയം പൊട്ടാസ്യം പമ്പിനെയാണ് നമ്മൾ ഈ കൊടുക്കുന്ന സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയാണ് നമ്മൾ ഈ കഴിക്കുന്ന ബി പി മരുന്നുകൾ എല്ലാം തന്നെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.